കുന്നത്തൂരിലെ തോൽവിയിൽ കണ്ടമിടറി കോവൂർ കുഞ്ഞുമോൻ 25 വർഷം ഒപ്പം നിന്ന വോട്ടർമാർക്ക് നന്ദി പറയുന്നു. പൊതുപ്രവർത്തനത്തിനിടയിൽ ജീവിക്കാൻ മറന്നു. പിണറായി വിജയന്റെ വാഹനം കണ്ട് ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ കറുത്ത ഇന്നോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിൽക്കേണ്ടി വന്നുവെന്നും കോവൂർ കുഞ്ഞുമോൻ. കുന്നത്തൂരിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ MLA ആണ് നമുക്കൊപ്പം നിൽക്കുന്നത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പരാജയപ്പെട്ടു. 25 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിനെ കൂടെ കൊണ്ടു നടന്ന ഒരാളാണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ. ഇത്തവണ ആ മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു. ഈ കുന്നത്തൂരുകാരോട് എന്താണ് പറയാനുള്ളത്? വോട്ട് ചെയ്ത എല്ലാവരോടും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരോടും പ്രവർത്തകരോടും അണികളോടും പൊതുജനങ്ങളോടുമുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ പോലും അങ്ങ് മുഖ്യമന്ത്രിയായിട്ട് അടുത്ത് സംസാരിക്കുകയും ഈ സീറ്റ് അങ്ങക്ക് മുഖ്യമന്ത്രി ഇടപെട്ട് തരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ശൂന്യത ഇപ്പോൾ തോന്നുന്നുണ്ടോ? എല്ലാ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ബന്ധമല്ല. വലിയ വാത്സല്യത്തോടു കൂടിയാണ് എന്നെ അദ്ദേഹം കണ്ടിട്ടുള്ളതും എന്നോടുള്ള പെരുമാറ്റവും. ഒരു കാരണവരെ പോലെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് മത്സരിക്കണമെന്ന് പറയുമ്പോൾ മത്സരിക്കുന്നില്ല എന്ന് പറയാനുള്ള കരുത്ത് എനിക്കില്ല. കോവൂർ കുഞ്ഞുമോൻ്റെ വീട്ടിൽ വന്നാൽ സാധാരണയായി നമ്മളിവിടെ മുഴുവൻ ആളുകളും ആരവവും നടുവിൽ നിൽക്കുന്ന ഒരു കോവൂർ കുഞ്ഞുമോനെയാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ വന്നപ്പോൾ ഒരു വീട്ടുകാരനായി വീട്ടുപണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുമോനെ കാണുന്നു. അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം 25 വർഷക്കാലം ജനങ്ങളെ സേവിച്ച ഒരാളാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ഞാൻ ഇന്നവരെ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനിയും ജനങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നു പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയുടെ ചികിത്സാ ധനസഹായം വാങ്ങിച്ചു കൊടുത്ത മണ്ഡലമാണ്. അവർ വരെ എങ്ങനെയായിരുന്നു അവരുടെ രീതിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വോട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനം ഇഷ്ടപ്പെട്ടു, സ്വന്തമായി അത് കരസ്ഥമാക്കി, അത് CC ഇട്ടൊക്കെയാണ് അങ്ങ് വാങ്ങിയെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചു. എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള പിണറായി സഖാവ് അങ്ങനെ ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ എനിക്കും ഒരു അനുകമ്പ തോന്നി. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ അനുകമ്പ കൂടിപ്പോയോ എന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആ കാറ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ആ കാറില്ല. ആ കാർ ഇപ്പോൾ ഇല്ല. വണ്ടിയും കൊടുത്തു, വിറ്റു. കനമുള്ള മടിയുമായിട്ടല്ലല്ലോ ഞാൻ ജനിച്ചു വളർന്നത്. കനമില്ലാത്ത മടിയുമായിട്ടാണ് ഞാൻ ജീവിച്ചത്. അതിപ്പോഴും തുടരും. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ ആർഭാട ജീവിതം ഉപയോഗിക്കാത്ത ഒരാളാണ്. അത് നമ്മുടെ ജീവിതത്തിന് യോജിച്ചതല്ല ആർഭാട ജീവിതം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ജനങ്ങളാണല്ലോ നമ്മുടെ ശക്തി, കരുത്ത്. അത് വീണ്ടും അങ്ങനെ തന്നെ തുടരും, ഒരു സംശയം വേണ്ട. ഓക്കെ. തിരിഞ്ഞു നോക്കുമ്പോൾ 25 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അവരുടെ സന്തോഷവും അവരുടെ രീതിയും കാണുമ്പോൾ ഇത്രയും നാൾ അവരെന്നെ ചേർത്ത് പിടിച്ചില്ലേ, അതാണ് എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ. ഞാൻ അവരോടൊപ്പം ജീവിച്ച ഒരാളാണ്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. 25 വർഷം ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരാളാണ് കോവൂർ കുഞ്ഞുമോൻ. ഇനിയും ഈ ഓഫീസ് ഇവിടെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്കൊപ്പം ഇവിടെ തന്നെ അദ്ദേഹം ഉണ്ടാകും. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.